ഇന്നത്തെ സെഷൻ ഇന്ന് സൺഡേ ആണല്ലേ? ഇന്ന് ഇറ്റ്സ് മീ ദ റിയൽ മീ സെഷനാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. വാം വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് താങ്ക്സ് ഫോർ ജോയിനിങ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. ഇറ്റ്സ് മീ ദ റിയൽ മീ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് ഉണ്ട്. മന്ത്ലി വരാറുള്ള EFT ലൈഫ് മാസ്റ്ററി കോഴ്സ് ഉണ്ട്. മൈൻഡ് റീപ്രോഗ്രാമിംഗ് കോഴ്സാണ്. ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള ക്ലയൻസ് അവർ പ്രാക്ടീസ് ചെയ്ത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന റിസൾട്ട്സ്, അവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷണൽ ജേർണി ഇവിടെ ഷെയർ ചെയ്യുന്ന സെഷനാണ്. അപ്പോൾ അത് വളരെ ഇൻസ്പയറിംഗ് ആയിരിക്കും. അവരുടെ ലൈഫിൽ മിറാക്കിൾസ് വന്നിട്ടുള്ളത് നമുക്ക് കേൾക്കാം. ഓക്കെ, രഞ്ജിത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഇന്നത്തെ സെഷന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി അല്ലേ? ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. ആർ യു റെഡി? യെസ് എന്നോ അല്ലെങ്കിൽ ആർ എന്നോ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഫൈറൂസ മാം ആണ്. മാം വീഡിയോയിലുണ്ട്. വെൽക്കം മാം. അസ്സലാമലൈക്കും. വെൽക്കം സലാം. താങ്ക് യു. ഓക്കെ മാമിനൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. പേര്, അതുപോലെ വീട് എവിടെയാണ്, അതുപോലെ ഏത് ബാച്ചിലായിരുന്നു, കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് ഫൈറൂസ. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിന്ന് പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു. വീട് അവിടെയാണ്. പിന്നെ ഞാൻ 10th ബാച്ചിലായിരുന്നു EFTയിൽ ജോയിൻ ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ് EFTയെ കുറിച്ച് നിങ്ങൾ അറിയുന്നത്? മോർണിംഗ് സെഷനുകളിലൂടെയാണോ? എങ്ങനെയാണ് ഒന്ന് പറയാമോ? EFT ഞാൻ സോഷ്യൽ മീഡിയസിൽ മുമ്പ് അറിഞ്ഞിരുന്നു, ആ കൊറോണ ടൈമിലൊക്കെ. ഫസ്റ്റ് ഞാൻ അങ്ങനെയായിരുന്നു പരിചയപ്പെട്ടിരുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഞാൻ ആ കമ്മ്യൂണിറ്റിയിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഇത് ഷാഫി ഇൻസ്പയേഴ്സ് ആയിരുന്നില്ല, വേറെ ആയിരുന്നു. പിന്നെ അതങ്ങനെ അങ്ങനെ ഒരു അതില് ഇങ്ങനെ മൈഗ്രെയിനിന് ആരൊക്കെ എക്സ്പീരിയൻസ് ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പൊ ഞാനത് ജസ്റ്റ് അതിലൊന്ന് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതങ്ങനെ കാര്യമാക്കി എടുത്തില്ല. പിന്നെ ഇപ്പോ അടുത്തായിട്ടാണ് എൻ്റെ ഒരു റിലേറ്റീവ് ഇങ്ങനെ മൈഗ്രെയിൻ ഒക്കെ എന്തായാലും സുഖാവും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആഹ് ഷാഫിൻ ഇൻസ്പയേഴ്സിന്റെ. ഉം. അപ്പൊ എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരുത്തരെ എക്സ്പീരിയൻസും പിന്നെ അങ്ങനെ കേട്ടപ്പോ റിലേറ്റീവ് ആണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഓക്കെ ഞാനത് അത്ര കാര്യമാക്കിയിട്ട് എടുത്തിരുന്നില്ല. കാരണം മൈഗ്രെയിനെ കുറിച്ച് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ കുടുംബത്തില് എളാപ്പാർക്കുണ്ട്, പിന്നെ കസിൻസിനുണ്ട്, അങ്ങനെ ഒരുപാട് പേർക്ക് ഉണ്ട് മൈഗ്രെയിൻ. ഞാൻ ഇതിലൊരു റിസൾട്ട് ഞാൻ അങ്ങനെ ഒരു പ്രതീക്ഷിച്ചിരുന്നില്ല. വിശ്വാസം ഉണ്ടായിരുന്നില്ല അല്ലേ? ഇത് സംഭവിക്കുമോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു മാം കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് പ്രധാനമായിട്ട് ഹെൽത്ത് ഇഷ്യൂ, മൈഗ്രെയിൻ, പിന്നെ അലർജി ഉണ്ടായിരുന്നു. അതായത് രാവിലെയൊക്കെ എണീക്കുമ്പോ നോൺ സ്റ്റോപ്പ് ആയിട്ട് തുമ്മല്, പിന്നെ സ്മെല്ല് കിട്ടിയിരുന്നില്ല ഒന്നിന്റെയും. അതൊരു 6 വർഷമൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നത്. അത് രാത്രി AC ഇടുമ്പോ ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ല. ഇപ്പൊ സുഖമായിട്ട് രാവിലെ വരെ AC ഇട്ടാലും ഒരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെ. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണ് സോൾവ് ആയത്? അലർജി ഒരുപാട് മാറിയെന്ന് തന്നെ പറയാം, ഏറെക്കുറെ ഒരുപാട്. പിന്നെ മൈഗ്രെയിൻ ഇപ്പോ 3 മാസമായിട്ട് ഒരു 4 മാസമായിട്ട് എനിക്ക് തീരെ ഉണ്ടാവാറേ ഇല്ല. മറ്റത് വെയിലടിച്ചാൽ എനിക്ക് തലവേദന വരുമായിരുന്നു. പിന്നെ ഫസ്റ്റ് നോമ്പെടുത്താല് ആ ആദ്യത്തെ നോമ്പിനൊക്കെ നല്ല തലവേദന. പിന്നെ തലവേദന മാത്രമല്ല, തലവേദനയോട് കൂടെ എനിക്ക് ഛർദി വരും, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. 24 hours
എനിക്ക് ഈ ഒരു മൈഗ്രെയിന്റെ പ്രശ്നം കാരണം ഞാന് കിടക്ക മാത്രമേ ഉള്ളൂ ചെയ്യുക, വേറെ ഒരു ഡ്യൂട്ടി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അത് മാത്രല്ല, പിന്നെ ഡ്രിപ്പ് എടുത്ത് വരെ വരേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ. മൈഗ്രെയിനെ കൊണ്ട് നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? എത്ര ആ, വർഷക്കാലമായിട്ടായിരുന്നു തന്നെയാണ് അയാള് പറയുന്നത്. പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. മൈഗ്രെയിൻ എത്ര വർഷമായിട്ടാണ് നിങ്ങളെ ബാധിച്ചിരുന്നത്? ഞാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതലുണ്ട് മൈഗ്രെയിൻ. പക്ഷെ അന്നൊക്കെ എനിക്ക് ഒരു മാസത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയുള്ളൂ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോ കുറച്ചായിട്ട് ഏഹ്, മാസത്തില് ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം ഉണ്ടാവാറുണ്ടായിരുന്നു. പിന്നെ EFTയിൽ ജോയിൻ ചെയ്തതിന് ശേഷം അതിങ്ങനെ അതിന്റെ എണ്ണം കുറഞ്ഞു വന്നു, പിന്നെ ഇന്റൻസിറ്റി കുറഞ്ഞു വന്നു. പിന്നെ മാസത്തിൽ ഒരിക്കലായി മാറിയോ, മാസത്തിലൊരു 4 ഇന്റൻസിറ്റി അങ്ങനെയൊക്കെ ഉള്ള ഇതിൽ മാത്രം എക്സ്പീരിയൻസ് ആയി. ഇപ്പൊ പിന്നെ തീരെ ഇല്ല. വെയിലടിച്ചാലും പിന്നെ പുറത്ത് നമ്മൾ പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പുറത്ത് പോകുമ്പോഴുള്ള ഉഷാറ് വരുമ്പോ ഉണ്ടാവില്ല. അതിപ്പോ ചെറിയൊരു ഫംഗ്ഷൻ, ഒരു കല്യാണത്തിന് പോവാണെങ്കിൽ പോലും തിരിച്ചു വരുമ്പോ ഞാൻ ഡൗൺ ആയിക്കാരം, നല്ല തലവേദന, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ടാബ്ലറ്റ്സ് ഉം. എടുക്കാറുണ്ടായിരുന്നോ? ആ, ഇപ്പൊ മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്ക് അവരുടെ ബാഗിൽ എപ്പോഴും എന്താണ്, പെയിനുള്ള പെയിൻ കില്ലർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നോ? ആ, അതും പിന്നെ ഛർദിയുടെ ഗുളിക രണ്ടും ഉണ്ടാവാറുണ്ട്. മൈഗ്രെയിൻ ഉണ്ടാവുമ്പോ എനിക്ക് ഛർദി വരും, അപ്പൊ അതിനുള്ള ഗുളിക രണ്ടും ഒരുമിച്ച് വെക്കാറുണ്ട്. ഓക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറാൻ പറ്റി. അപ്പം എന്താണ്, നിങ്ങൾ ഒരൊറ്റ ഹീലിംഗിൽ അത് ക്ലിയർ ആയോ, അതോ അതിന്റെ റൂട്ട് കോസസ് എടുത്തിട്ട് ഹീൽ ചെയ്ത് പയ്യെ പയ്യെ ആണ്, എങ്ങനെയാണ് നിങ്ങൾ അതിൽ നിന്നും ക്യൂർ ആയത്? ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒരുപാട് ഹീൽ ചെയ്തു. പക്ഷെ എനിക്കത് റൂട്ട് കോസ് ഇന്നതാണ് എന്നുള്ളൊരു അതെനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് റൂട്ട് കോസ് എന്നുള്ളൊരു ഇൻസിഡന്റ് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ എല്ലാ ലിമിറ്റിംഗ് ബിലീഫ്സും ഞാൻ എടുത്ത് ഹീൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്, പിന്നെ ഇതിന് മരുന്നില്ല എന്ന് വരെ പറഞ്ഞിരുന്നു ആളുകള്, എന്റെ കസിൻസ് ഒക്കെ. ഇത് ഇങ്ങനെ തന്നെ ആവും, ഇത് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അവർക്കൊക്കെ മൈഗ്രെയിൻ ഉണ്ടെങ്കിലും ഇങ്ങനെ തലവേദന, ഛർദിയോട് കൂടിയിട്ടും പിന്നെ മറ്റേ ഡൗൺ ആയി വീക്ക് ആവുമായിരുന്നു ഞാനൊക്കെ. അത് ഡ്രിപ്പ് എടുത്ത് വരേണ്ട അവസ്ഥയൊന്നും അവർക്കൊന്നും ഉണ്ടാവാറുണ്ടായില്ല. പക്ഷെ എനിക്കത് ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും അങ്ങനെയൊക്കെ വേണ്ടി വന്നിരുന്നു. അതുപോലെ കുട്ടികള് ചെറിയതാവുമ്പോക്കെ പാല് കുടിക്കുന്ന സമയത്ത് രാത്രി ഉറക്കം അങ്ങനെ ശരിയാവില്ലല്ലോ അധികം. അപ്പൊ ഒക്കെ എനിക്ക് ഇതിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും മൈഗ്രെയിൻ. ഓക്കെ. അപ്പം അവരോടൊക്കെ പറഞ്ഞോ, എന്താണ്, അവരറിഞ്ഞോ നിങ്ങളുടെ ഇത് പൂർണ്ണമായിട്ടും മാറി എന്നുള്ളത്? അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, ആ ഫാമിലിയിലുള്ളവർ? എല്ലാവരും അത് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ അങ്ങനെ മാറ്റമുണ്ട്. വേറെയും വേറെയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നപ്പോ അവർക്കൊക്കെ സന്തോഷമായി, അങ്ങനെയുള്ളൊക്കെ. പിന്നെ ഓക്കെ. ഇതായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്, മൈഗ്രെയിൻ ആൻഡ് അലർജി ഈ കോഴ്സിലേക്ക് വന്നപ്പോ. ഓക്കെ, ഓക്കെ. അലർജിയിൽ എന്തൊക്കെയായിരുന്നു മാം അനുഭവിച്ചുകൊണ്ടത്? ഈ പൊടി അങ്ങനെയാണോ? എന്താണ് അലർജി ഉണ്ടായിരുന്നത്? എനിക്ക് തണുപ്പ്, അതായത് മഞ്ഞ്, രാവിലെ മോർണിംഗ് വാക്കിന് ഞാൻ പോവാറുണ്ട് ഡെയിലി, ഒരു ഹാഫ് ആൻ അവർ. പക്ഷെ അത് നവംബർ ഡിസംബർ ഒക്കെ ആവുമ്പോ എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ മാസ്ക് ധരിച്ചിട്ടൊക്കെ ആവും പോകുന്നത്. പിന്നെ എനിക്ക് പയ്യെ പയ്യെ അതൊന്നും ഇല്ലാതെ ഒരു ഇപ്പൊ കഴിഞ്ഞ നവംബറും ഡിസംബറും ഞാൻ മാസ്ക് ഒന്നും ഇടാതെ തന്നെ, നല്ല തണുപ്പാണെങ്കിലും 20 ഡിഗ്രി 21 ഡിഗ്രിയിലൊക്കെ ആണെങ്കിലും എനിക്ക് നടക്കാനൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. തുമ്മലില്ല. അങ്ങനെ. തണുപ്പായിരുന്നു പ്രശ്നം അല്ലേ? തണുപ്പായിരുന്നു. അതായത് AC ഒന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയിരുന്നില്ല. കുട്ടികൾക്ക് AC വേണമായിരുന്നു, എനിക്കോട്ട് ഇങ്ങനെ മൂക്കടയായിരുന്നു. അപ്പൊ എനിക്ക് ഉറക്കം അങ്ങനെ ശരിയാവില്ല. അപ്പൊ ഈ ഉറക്കം ശരിയാവാത്തതും എല്ലാം കൂടി എനിക്ക് മൈഗ്രെയിൻ എന്തായാലും വരും. ഓ, അങ്ങനെ എന്തായാലും വരും രാവിലെ എന്നുള്ള ഒരു തോട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ആവുമ്പോ. എല്ലാം കണക്റ്റഡ് ആയിരുന്നു അല്ലേ? മൈഗ്രെയിനും അതെ. അതുപോലെ അലർജിയും എല്ലാം കണക്റ്റഡ് ആയിരുന്നു. അതെ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് മറ്റുള്ള ഏരിയയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഏരിയാസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ? അതെ. എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു കുട്ടികളുടെ ഒക്കെ, ഇങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്നത്, അതിനൊക്കെ നല്ല
മാറ്റങ്ങളുണ്ട്. അപ്പൊ മോളെന്നെ പറഞ്ഞു ഉമ്മാക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ എന്ന് പറയല് തുടങ്ങി. എന്റെ മൂത്ത മോള് ഇപ്പൊ ഇനി നയൻത്തിലൊക്കെയാണ്. ഉം, ഉം. അവള് പറയല് തുടങ്ങി. ഉം പിന്നെ എന്റെ മോന് ഇറ്റ്സ് ഓക്കെ എന്ന് പറയല് തുടങ്ങി. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും അവൻ ഇങ്ങോട്ടും എനിക്ക് ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ തുടങ്ങി. പിന്നെ പ്രശ്നങ്ങൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ എന്താണെങ്കിലും. ഉം ആ പക്ഷെ അതിലൊക്കെ സാഹചര്യങ്ങളെയും വ്യക്തികളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി അല്ലേ? ഓക്കെ. അപ്പൊ റിലേഷൻഷിപ്പിലും അത് ഒരുപാട് ബെറ്റർ സ്മൂത്ത് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇപ്പൊ പോകുന്നു. ഓക്കെ. അപ്പം എന്താണ് നിങ്ങൾക്ക് കോറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിന്ന് വന്നൊരു റിയലൈസേഷൻ എന്താണ്? നിങ്ങളെ ഒരു നമ്മൾ ഉണ്ടാവില്ല റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയില്ലേ നമ്മള്? അതെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അതന്നെയാണ് എനിക്ക് കോറായിട്ടുള്ളത്. പ്രശ്നങ്ങളുണ്ട്, നെഗറ്റീവ് ഒക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതൊന്നും ബാധിക്കാത്തത് പോലെ നമ്മൾ നമ്മുടെ വഴിക്ക് അങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പിന്നെ സെൽഫ് ലവ് എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കോഴ്സിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ എന്നെ ഒന്ന് തിരിച്ചറിവും എന്നെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പൊ പിന്നെ എനിക്ക് മറ്റുള്ളവരെയും ഒരുപാട് സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. Yeah. പ്രശ്നം എന്റെ അടുത്തായിരുന്നു എന്നുള്ളൊരു, നമ്മൾ മാറിയാ ചുറ്റുപാട് മാറും എന്നൊരു, അത് അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പൊ അതേതായാലും എക്സ്പീരിയൻസോട് കൂടി എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. അതെ, അത് ഏറ്റവും വലിയ റിയലൈസേഷൻ ആണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ പഴിചാരില്ല. എപ്പോഴും എന്താ നമ്മൾ ചെയ്യുക? അവർ ശരിയല്ല, ഇവർ ശരിയല്ല, സാഹചര്യങ്ങൾ ശരിയല്ല, അങ്ങനെയാണ് സാധാരണ സോറി ഈ ഒരു അവയർനെസ് ഒന്നും ഇല്ലാത്ത ആളുകൾ പെരുമാറിയിരുന്നത് അല്ലെ? നമ്മളും അങ്ങനെയായിരുന്നു ഈ ഒരു അവയർനെസ്സും കാര്യങ്ങളും കിട്ടാത്തതിന് മുൻപ്. ഇപ്പോ ഈ ഒരു അവയർനെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഉള്ളിലുള്ള എനർജിയാണ് പ്രശ്നം, എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവ് എനർജിയാണ് പ്രോബ്ലം എന്നുള്ളത് മനസ്സിലാവുമ്പോൾ അപ്പോൾ അതോടുകൂടി മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ സാഹചര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ മാം, ഇറ്റ്സ് ഓക്കെ എന്നുള്ള ആ ഒരു വേർഡ് നിങ്ങൾ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ? ഓക്കെ, ഞാൻ എന്ത് പ്രശ്നം വരുമ്പോഴും ഇപ്പൊ ഇറ്റ്സ് ഓക്കെ എന്ന് പറയും. ഇപ്പൊ കുട്ടികളുടെ ആണെങ്കിലും അങ്ങനെ അതങ്ങനെ ഒരു ശീലം. ഇതിപ്പോ ലൈഫിന്റെ ഒരു ഭാഗമായി ഹീലിങ്ങും ഇറ്റ്സ് ഓക്കെ എന്നുള്ള വേർഡ്. അതായത് പിന്നെ ഐ എം സോറി, പ്ലീസ് ഫോർഗിവ് മീ, ഐ ലവ് യു, താങ്ക് യു എന്നുള്ള എന്റെ ചെറിയ മോള് വരെ ഇപ്പൊ എന്നോട് ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. ഉമ്മ അത് പറഞ്ഞാ പോരെ. അത് പറയുന്നത് അവൾക്ക് നല്ല ഇഷ്ടമാണ്. 6 വയസ്സായ മോളാണ്. കുറച്ച് വാശിയും കുറുമ്പൊക്കെ ഉള്ളതാ. അപ്പൊ ഞാൻ അങ്ങനെ പറയുമ്പോ എന്നെ വന്ന് കെട്ടിപ്പിടിക്കും. അപ്പൊ ഓക്കെ. അതൊക്കെ എനിക്കൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതെ അതെ, വളരെ സന്തോഷമുള്ള കാര്യം തന്നെ. കാരണം നമ്മള് ഇപ്പോഴാണ് ഒരുപാട് ചലഞ്ചസിലൂടെ കടന്നു പോയതിനു ശേഷമാണ് നമ്മൾ ഇതൊക്കെ റിയലൈസ് ചെയ്യുന്നത്. അപ്പം അവർക്കൊക്കെ ഈ സമയത്ത് തന്നെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാല് അല്ലെ, ഒരുപാട് അവരുടെ ലൈഫിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള അക്സെപ്റ്റൻസ് കാര്യങ്ങളൊക്കെ മക്കളിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെയാണല്ലോ അവർ കോപ്പി ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ അവരിലും അത് ഉണ്ടാവും. അത് വലിയ കാര്യം തന്നെയാണ്. ഈ ഒരു ഏജിലെ അവർക്ക് ഇത് കിട്ടുമ്പോൾ അവരുടെ ലൈഫ് അത്രയും അവർക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ മാം, എന്താണ് എല്ലാ പ്രാക്ടീസസും ഡെയിലി ചെയ്യുന്നുണ്ടോ? എന്താണ് പ്രാക്ടീസസിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പ്രാക്ടീസ് കൂടുതൽ ഞാൻ ചെയ്യാറ് സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് ഡെയിലി എന്തായാലും ചെയ്യും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതും ഡെയിലി ഒരു 10 ഗ്രാറ്റിറ്റ്യൂഡ്. അത് കാരണം തന്നെ ഞാൻ എന്റെ കുറവുകളിലേക്കൊന്നും ഞാനിപ്പോ ഫോക്കസ് ചെയ്യാറില്ല. മുമ്പ് എനിക്ക് എന്റെ കുറവുകളായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നെ എനിക്ക് ആളുകളെ ഒരു ഫേസ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു. ഒരു ഫംഗ്ഷനൊക്കെ പോയാലോ അവരെന്റെ കുറവുകളാണ് കാണുന്നത്, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ ഞാൻ ഫുൾ എനർജറ്റിക് ആണ്. പിന്നെ ഉറക്കത്തിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. രാത്രിയൊന്നും ഇടക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതങ്ങനെ ഒരു ഗിൽറ്റ്, ഇങ്ങനെ നെഗറ്റീവ് തോട്ട് അങ്ങനെ വന്നിട്ട്. പക്ഷെ അതൊക്കെ ഇപ്പൊ എനിക്ക് പൂർണ്ണമായിട്ടും മാറി. എനിക്ക് ഉറക്കത്തിന്റെ പ്രശ്നമേ ഇപ്പൊ ഇല്ല. ഫുൾ എനർജറ്റിക് ആയിട്ട് രാവിലെ എണീക്കാൻ കഴിയുന്നു, മെഡിറ്റേഷൻ ഇരിക്കുന്നു, അത് കഴിഞ്ഞ് മോർണിംഗ് വാക്ക്, പിന്നെ കിച്ചണില് എല്ലാം എനിക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. എല്ലാം എനിക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു, അൽഹംദുലില്ലാ. അതെ അതെ. ഇപ്പൊ മാമിന് ഇപ്പൊ പ്രാക്ടീസ് നമുക്കറിയാം. ചെയ്യാൻ കൂടുതൽ ചെയ്യുന്നത് സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് ഞാൻ ഡെയിലി എന്തായാലും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ ഒരാൾക്കെങ്കിലും ഡെയിലി ഫോർഗീവ്നെസ് കൊടുക്കാറുണ്ട് കിടക്കുന്നതിന് മുമ്പായിട്ട്.
ഓക്കെ, വെരി. അതെന്റെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ, എന്റെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവാനും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് എന്റെ മനസ്സിന്റെ ഭാരങ്ങൾ കുറക്കാനും ഒക്കെ എന്നെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പം നിങ്ങൾ അപ്പം മറ്റുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പം ലൈഫ് പാർട്ട്ണർ അടുത്താണോ ചേഞ്ച് ചെയ്യുന്നത്, അതോ ഹോൾ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്നൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആയിട്ടുണ്ടോ, എന്താണ്? ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ട്, ലൈഫ് പാർട്ട്ണറിന്റെ ഭാഗത്തുനിന്നും സ്മൂത്ത് ആയിട്ട് തന്നെയാണ്. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്, ഓക്കെ, ലൈഫ് ഹാപ്പിയാണ്. ഓക്കെ, ഓക്കെ, വെരി. അപ്പോൾ നിങ്ങൾക്ക് പല ഏരിയാസിലും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റി. പാരന്റിങ്ങിൽ എത്രത്തോളം ഒരു നല്ല മദർ ആവാൻ സാധിച്ചു നമ്മുടെ കോഴ്സിന് ശേഷം? ഇപ്പം ദേഷ്യം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, ഞാനൊരു നല്ലൊരു പാരന്റ് ആണ് എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഏറെക്കുറെ ഞാന് കുട്ടികളെ ഇങ്ങനെ, മോന് കുറച്ച് വാശിയുള്ള മോനെ ആണ്, 5ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പൊ അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് പഠിക്കാത്തതിനൊക്കെ നല്ല അടിക്കുമായിരുന്നു. ഇപ്പൊ അടിക്കലേ ഇല്ല, ദേഷ്യപ്പെടലും കുറവായിട്ടുണ്ട് അങ്ങനെ. ഓക്കെ. ഉം. ഈ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ, മീൻസ് ഗിൽറ്റ് ഉണ്ടാവാറുണ്ടോ? അതെ, ഉണ്ടാവാറുണ്ട്. ഉറങ്ങുന്ന അടിച്ചു സമയത്ത് കഴിഞ്ഞ പിന്നെ എനിക്ക് കരയാറുണ്ടോ? ഭയങ്കര ഗിൽറ്റാണ്. ഓ, 10ൽ 10 ഇന്റൻസിറ്റി ഉള്ള ഗിൽറ്റാ വരിക. അപ്പൊ പിന്നെ ഇപ്പൊ അത് പയ്യെ പയ്യെ അങ്ങനെ മാറി. ഇപ്പൊ അവനും പ്രശ്നമില്ല, എനിക്കും അങ്ങനെ. ഞാൻ അങ്ങനെ അടിക്കാറില്ല, തീരെ അടിക്കാറേ ഇല്ല. ഓക്കെ. അപ്പോ മനസ്സിലാക്കാൻ പറ്റിയോ എന്താണ് ഞാനിങ്ങനെ എനിക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയോ? അതെ, നമുക്കിങ്ങനെ പാസ്റ്റില് അനുഭവിക്കുന്ന ഒരു ട്രോമാസ് ആണ് ഇതിനൊക്കെ കാരണം എന്ന് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും ഒരു നല്ല നെഗറ്റീവായിട്ട്, ഞാൻ എവിടെ എന്റെ ലൈഫിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്നൊരു തിരിച്ചറിവ് എനിക്ക് ആ ക്ലാസ്സിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 2 ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിരുന്നത് 10th ബാച്ചില്. അപ്പൊ 2 ക്ലാസിന്റെ റെക്കോർഡാണ് ഞാൻ കേട്ടത്, മറ്റുള്ളതൊക്കെ ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത്. ഓക്കെ. പ്രാക്ടീസ് എത്രത്തോളം ഇപ്പം നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്തവർ തന്നെ ഉണ്ടാവും നമ്മുടെ വ്യൂവേഴ്സിൽ. അപ്പോൾ എന്താണ് പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നാണ് മാം മനസ്സിലാക്കിയിട്ടുള്ളത്? നമ്മള് പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യുന്നുണ്ട്, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ഇങ്ങനെ യാത്രയൊക്കെ ആകുമ്പോ, ഇപ്പൊ ഹസ്ബൻഡ് നാട്ടിലുണ്ട്, അപ്പൊ പുറത്തൊക്കെ പോകുമ്പോ അങ്ങനെയൊക്കെ ആകുമ്പോഴും വണ്ടിയിൽ നിന്നെങ്കിലും സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണെങ്കിലും ചെയ്യും. പിന്നെ ഈ ട്രോമ ഹീലിങ്സ് ഒക്കെ ഉള്ളു ഇടയ്ക്കൊന്ന് വിട്ടു പോവാൻ. പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. അത് പിന്നെ അതെന്നെ എക്സ്പീരിയൻസ് തെളിയിച്ചു ഇപ്പോ. അതെ, അതെ. അപ്പോ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ, എന്റെ മൈഗ്രെയിനിന് ഒരു മാറ്റമില്ലല്ലോ, ഞാൻ ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്തിട്ടും എന്നുണ്ടായിരുന്നു എനിക്ക്. കാരണം തലവേദന വരുമ്പോഴൊക്കെ, പിന്നെ മാസത്തിൽ ഒരിക്കൽ വരുമ്പോഴും എനിക്ക് നല്ല ഇന്റൻസിറ്റിയോടെ ഇതിപ്പോ മുമ്പ് പോലെ തന്നെ ആയല്ലോ, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പയ്യെ പയ്യെ അതങ്ങനെ ഇന്റൻസിറ്റി, ആദ്യം എണ്ണം കുറഞ്ഞു മൈഗ്രെയിനിന്റെ, പിന്നെ ഇന്റൻസിറ്റി കുറഞ്ഞു വന്നു, പിന്നെ ഇപ്പൊ തീരെ ഇല്ലാതെയായി, അതെ, അൽഹംദുലില്ലാ. അതെ. നമ്മൾ പെട്ടെന്നുള്ളൊരു മാറ്റം അല്ല ഉണ്ടാവുക. കാരണം അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്, അല്ലെ? റൂട്ട് കോസസ് ഉണ്ട്. അത് ഓരോന്നും ഓരോന്നും ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ കറന്റ്ലി ഉള്ള ഇഷ്യൂ ക്ലിയർ ആവുന്നത്, പൂർണ്ണമായിട്ടും സോൾവ് ആവുന്നത്. അപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു ചലഞ്ച് ആവട്ടെ, റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ കരിയറിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സെൽഫിൽ, അങ്ങനെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും അതിന് ഇപ്പോഴല്ല അതിന്റെ പ്രശ്നം കിടക്കുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിലാണ്. അല്ലെ മാം? ഇത് ഉം. എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ റൂട്ട് കോസസിന്റെ ഒരു കാര്യങ്ങൾ? നമ്മള് മറ്റുള്ളവരുടെ കൺട്രോളിലാണ് എന്നുള്ളൊരു അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഹീൽ ചെയ്യാൻ ഫെബിന മാം പറഞ്ഞിരുന്നു. അപ്പോ അതെല്ലാം ഞാൻ ഓർത്ത് വെച്ച് ഹീൽ ചെയ്ത് 2 3 അങ്ങനെ ഒരുപാട് ഇൻസിഡന്റ് ഒന്നും ഇല്ലെങ്കിലും 2 3 ഒക്കെ എഴുതി വെച്ച് അതന്നെ ഞാൻ ഹീൽ ചെയ്ത്. അപ്പൊ പിന്നെ എനിക്ക് മാറ്റങ്ങൾ എനിക്ക് തന്നെ അറിഞ്ഞു തുടങ്ങി ഞാന്. ഓക്കെ. എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ്സ് ആണ് മാമിന് ഉണ്ടായിരുന്നത്? നേരത്തെ പറഞ്ഞു ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടായിരുന്നു ഹീൽ ചെയ്തു എന്നുള്ളത്. എന്തൊക്കെയായിരുന്നു മാം അനുഭവിച്ചുകൊണ്ടിരുന്ന ലിമിറ്റിംഗ് ബിലീഫ്സ്? എനിക്ക് അലർജി, പിന്നെ മൈഗ്രെയിൻ, ഈ അസുഖങ്ങൾക്കൊന്നും മരുന്നില്ല എന്നൊരു ബിലീഫ് ഉണ്ടായിരുന്നു.
അതായത് ഞാൻ അലോപ്പതി നോക്കിയിട്ടുണ്ട്, ഹോമിയോ നോക്കിയിട്ടുണ്ട് രണ്ടും. അത് 3 മാസത്തോളൊക്കെ മറ്റേ നേസൽ സ്പ്രേ ഉപയോഗിച്ചിരുന്നു മൂക്കടയുമ്പോഴൊക്കെ. അതൊക്കെ ഉപയോഗിക്കുമ്പോ പ്രശ്നമുണ്ടാകും, സ്മെല്ലൊക്കെ എനിക്ക് കിട്ടി തുടങ്ങും. പിന്നെയും അത് നിർത്തുമ്പോ പിന്നെയും പഴയ പോലെ തന്നെ ആവും. അത് കാരണം പിന്നെ ഡോക്ടറെ കാണിക്കാതെ ഹോമിയോയിലും തന്നെ 3 മാസം ഞാന് ഡെയിലി കൃത്യമായിട്ട് മരുന്ന് കുടിച്ചിരുന്നു മൈഗ്രെയിന്. അതിൽ എനിക്കൊരു മാറ്റമൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ഇന്റൻസിറ്റി, നല്ല ഇന്റൻസിറ്റിയില് തലവേദന വരുമ്പോ മറ്റേ അലോപ്പതി ഗുളിക തന്നെ കഴിക്കും വേണം. അപ്പൊ പിന്നെ ഇതുകൊണ്ട് എന്താ ഒരു ഉപയോഗം എന്നുള്ളൊരു ഇതൊക്കെ വന്ന് അങ്ങനെ ലാസ്റ്റ് EFT ഇതൊന്ന് നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതില് അൽഹംദുലില്ലാ റിസൾട്ട് എല്ലാം കൊണ്ട് എനിക്ക് റിസൾട്ട് ഉണ്ട്, ചെയ്ത് എല്ലാ ഭാഗങ്ങളിലും ഓക്കെ. പോസിറ്റീവായിട്ട്. പിന്നെ എനിക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ കഴിയുന്നുണ്ട്, മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഏത് വർക്കും. അങ്ങനെ ഇപ്പൊ സ്മെല്ല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, അത് എന്താ അലർജിയുടെ ഭാഗമായിരുന്നോ? എന്താണ്, എത്ര വർഷമായി? അലർജിയുടെ ഭാഗമായിരുന്നു. അതായത് മൂക്കിലെ ദശ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഉം. ഒരു സൈഡില്. അപ്പോ അത് സർജറി ചെയ്യാണ് വേണ്ടത്, പക്ഷെ അതിന് മാത്രമായിട്ട് ഇല്ലേനും അങ്ങനെയായിരുന്നു. ആ, അങ്ങനെ സർജറിന്റെ അവിടേക്ക് അങ്ങോട്ട് എത്തിയിട്ടുമില്ല. പക്ഷെ എനിക്ക് സ്മെല്ല് കിട്ടാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കരിഞ്ഞ മണമൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ എന്നെ ബുദ്ധിമുട്ടിക്കുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഓക്കെ, അതെ, അത് ശരിയാണ്. ഇപ്പൊ സ്മെല്ലിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ? നല്ലത് ചീത്ത ഇതൊക്കെ നമുക്ക് സ്മെല്ലിലൂടെയാണ് തിരിച്ചറിയാം. അപ്പം അത് ആ, വലിയൊരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അത് ക്യൂർ ആയി അല്ലേ? അതെ. അത് എത്ര ഒരു സമയം കൊണ്ടാ ഹീലിംഗ് ജേണി, എത്ര സമയം കൊണ്ടാണ് അത് നിങ്ങൾക്ക് ഒരു സ്മെല്ല് വരുന്നുണ്ട്, എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുള്ളത്? ആ ഒരു കോഴ്സ് അത് സ്റ്റാർട്ട് ചെയ്യും. ഹീലിംഗ് ജേണി 42 ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ എനിക്ക് അങ്ങനെ ഒരു സ്മെല്ല് കിട്ടി തുടങ്ങിയിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരുപാട്, അത് ഞാൻ ഫെബിന മാമിനെ ഇങ്ങനെ വിളിച്ച് എനിക്ക് സ്മെല്ല് കിട്ടല് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ നിങ്ങൾ എഴുതണം, പറയണം ഒക്കെ പറഞ്ഞ് മാം. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ദിവസമേ അതും നീണ്ടു നിന്നുള്ളൂ. പിന്നെ എന്തോന്ന് വരുമ്പോ എനിക്ക് പിന്നെയും ഇങ്ങനെ സ്മെല്ല് പോയി തുടങ്ങിയിരുന്നു. ഉം, ഇപ്പൊ എനിക്ക് അങ്ങനെ പോകുന്നില്ല, അങ്ങനെ വരും പോവും അങ്ങനെ ആയിട്ട് ഇങ്ങനെ നിന്നു. ഉം. ഇപ്പൊ എനിക്ക് അങ്ങനെ പോവാറില്ല, സ്മെല്ല് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. ആ. ഓക്കെ മാം. അപ്പൊ എന്താണ് EFT കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ തന്നെ, ഒരുപാട് അലർജിയുടെ കാര്യമായിട്ട് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് അലർജി അല്ലേ? അതുപോലെ തന്നെ ആ സ്മെല്ലില്ലാത്ത അവസ്ഥ, അതുപോലെ ആ, എന്താണ് മൈഗ്രെയിൻ, ഇതൊക്കെ ഒരുപാട് നമ്മുടെ ചുറ്റിലും ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്താണ് EFTയിൽ മാറ്റങ്ങൾ വന്നപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്താണ്? ഇപ്പോൾ ഒരുപാട് അലോപ്പതി അല്ലെങ്കിൽ ഹോമിയോപ്പതി മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടും അതൊന്നും മാറുന്നില്ല, ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ബ്രേക്ക് ചെയ്യാൻ പറ്റി. എന്താണ് മാമിന് തോന്നിയിട്ടുള്ളത് EFTയെ കുറിച്ച്? പവർഫുൾ ടൂളാണ്, അതന്നെയാണ് പറയാനുള്ളത്. പിന്നെ മടിച്ചു നിൽക്കേണ്ട. അലർജി, മൈഗ്രെയിൻ ഈ രണ്ട് പ്രശ്നമുള്ളവര് റിസൾട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉറപ്പാണ്. അത് നമുക്ക് ആരോടും പറയാൻ കഴിയും. Yeah. ആരോടാണ് മാം താങ്ക്സ് പറയാനുള്ളത്? ഈ ഒരു ഹീലിംഗ് ജേണിയിലേക്ക് നിങ്ങൾ എത്തി, ഹീലിംഗിൽ ഹീലിംഗിലൂടെ കടന്നു പോയി, ലൈഫ് ഇത്രയും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി, ആരോടാണ് നന്ദി പറയാനുള്ളത്? എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത് എന്റെ റിലേറ്റീവിനോടാണ്. എന്നെ ഇതിലേക്ക് എത്തിച്ച ആളോടാണ് എനിക്ക് ഫസ്റ്റ് നന്ദി പറയാനുള്ളത്. പിന്നെ രണ്ടാമത് എനിക്ക് ഫെബിന മാം, പിന്നെ എന്നെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത എന്റെ ഉപ്പ ഇതിൽ ജോയിൻ ചെയ്യാനൊക്കെ, അവരോടാണ് എനിക്ക് കൂടുതൽ നന്ദി പറയാനുള്ളത്. ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നോ? അപ്പം നമ്മുടെ 10-12 സെഷൻസ് ഉണ്ടായിരുന്നല്ലോ, അതിലെന്താണ് മാമിന് ആ ക്ലാസ്സുകളെ കുറിച്ച് എന്താണ്? ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. ക്ലാസ് കേൾക്കുമ്പോഴാണ് നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് അറിയുന്നത്. ലൈഫിൽ നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടുന്നത് ഈ ക്ലാസ്സിലൂടെയാണ്. ഇത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു, ഞാനിപ്പോ ഞാനെന്ന് വെച്ചാല് ഒരു പൊട്ടക്കിണറ്റില് ചാടിയ ആൾക്ക് ഒരു പിടിവള്ളി കിട്ടിയ എങ്ങനെ, അതാണ് EFT. Yeah. ഒരു ഒരു ഇതിലിങ്ങനെ നിൽക്കായിരുന്നു, മറ്റുള്ളവരോടൊന്നും ഒരു ഒറ്റപ്പെട്ട ഒരു ലൈഫായിരുന്നു, സ്റ്റക്കായിട്ട് ലൈഫ്.
അതെന്നൊക്കെ ഇങ്ങനെ നെഗറ്റീവ്ന്നൊക്കെ മാറ്റം എന്ന് വന്നു. പിന്നെ ഗിൽറ്റിലായിരുന്നു ഞാൻ, എനർജി ലെവൽ എന്റെ ലെവൽ ഗിൽറ്റ് ആയിരുന്നു. ഇപ്പൊ അതൊക്കെ ഹൈ ആയി ഉഷാറായി. മറ്റുള്ളവരെ ഫേസ് ചെയ്യാനൊന്നും ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഓക്കെ, മൊത്തത്തിൽ എനർജി ഹൈ ആയിട്ടുണ്ട്, എല്ലാ ഉം. കാര്യങ്ങളിലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ അതെ. മാം, എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാൻസ്, കാര്യങ്ങൾ? ഇപ്പം കോഴ്സിന് ശേഷം ഒരു വിക്ടിം റോളിൽ നിന്ന് ഒരു ക്രിയേറ്റർ റോളിലേക്ക് പോയിട്ടുണ്ടോ? എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ചെയ്യണം, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന നിങ്ങൾ എന്തെങ്കിലും പ്ലാൻസോ കാര്യങ്ങളോ ഉണ്ടോ പുതിയതായിട്ട്? ആ, പഠിക്കണം എന്നുണ്ട്, പഠിക്കണം. പിന്നെ ചെറിയൊരു ജോലി അങ്ങനെ. പിന്നെ ഹോം മേക്കർ ആണ്, ഒന്നും ചെയ്യുന്നില്ല. അപ്പോ എനിക്ക് അങ്ങനെയൊക്കെ ഒന്ന് വേണമെന്നുള്ള, അതിലേക്ക് അങ്ങനെ ഞാൻ എത്തിപ്പെടും എന്ന വിശ്വാസം എനിക്കുണ്ട് ഇപ്പോ. ഇപ്പം കോഴ്സിന് ശേഷമാണോ അതൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്, അതോ ആദ്യമേ ഇങ്ങനെ ഒരു ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, കോഴ്സിന് ശേഷം തന്നെയാണ്. പിന്നെ സാറ് പറഞ്ഞ, സാറിന്റെ ക്ലാസ്, നമ്മുടെ ചിന്തയാണ് നമ്മളെ ഇങ്ങനെയൊക്കെ എത്തിക്കുന്നത് എന്ന്. അത് എന്റെ ചിന്തകൾ മാറിയപ്പോഴന്നെ ഞാൻ മാറി. എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് അങ്ങനെയും ചിന്തിക്കുമ്പോ നമ്മളൊരു ഇതിൽ എത്തിപ്പെടും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ലൈഫിൽ ഹോപ്പ് വന്നു അല്ലെ? എനിക്ക് ആഹോ. നേടാം, അല്ലെങ്കിൽ ആദ്യം ആ ഒരു അസുഖങ്ങളിലും പ്രശ്നങ്ങളിലും അങ്ങ് കിടന്ന ഒരു വ്യക്തിമായിട്ട് എന്താ എന്റെ ലൈഫ് ഇങ്ങനെ എന്നതിൽ നിന്നും ഒരു ഒരു മാറ്റം അൽഹംദുലില്ലാ, ആ നല്ലൊരു ചേഞ്ച് ആണ്. നല്ലൊരു ചേഞ്ച് വന്നു. ഇപ്പൊ ഒരു എന്തെങ്കിലും ചെയ്യണം, എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് എത്തി. ഓക്കെ, വെരി ഗുഡ്. ഉം. ഓക്കെ, അപ്പോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ലൈഫിനെ നോക്കി കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ചേഞ്ച് ആയോ? ഇപ്പോ എന്താണ് നമുക്ക് ഒരു പാറ്റേൺ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തില് ഒരു ജഡ്ജ് ചെയ്യാൻ മറ്റുള്ളവരെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ? അതൊക്കെ സോൾവ് ആയിട്ടുണ്ടോ? എന്താണ്? പാറ്റേൺ മീൻസ് ഇത് നെഗറ്റീവ്, മറ്റുള്ളവര് നമ്മളെങ്ങനെ നെഗറ്റീവ് എന്ത് പറഞ്ഞാല് നമുക്കതൊന്നും ഒരു നമ്മളതൊന്നും ബാധിക്കാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മറ്റുള്ളവരിലേക്ക് നമ്മൾ നോക്കാതെ നമ്മൾ നമ്മളിലേക്ക് നോക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. അതായത് കമ്പാരിസൺ, നമ്മുടെ പരാതികൾ കുറഞ്ഞു. പരാതി ഇല്ലാന്ന് തന്നെ പറയാം, അൽഹംദുലില്ലാ. അതെ, അതെ, ഇപ്പൊ നമ്മള് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മൾ നമ്മെ തന്നെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക അല്ലെ? നമ്മൾ ആ ഒരു വാല്യൂ മനസ്സിലാക്കാതെ, നമ്മുടെ ഒരു നമ്മുടെ എന്താണ് നമ്മൾ എന്ന് പോലും തിരിച്ചറിയാതെ, നമുക്കൊരു വാല്യൂ ഉണ്ടോ ഇങ്ങനെയൊന്നും തിരിച്ചറിയാതെ ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറാൻ പറ്റി അല്ലെ? പിന്നെ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ, ആ ഒരു തോട്ടിലേക്കൊക്കെ എത്തിപ്പെടാൻ. മറ്റത് എനിക്ക് എന്റെ കൂടെ ഉള്ളവരൊക്കെ നല്ല വർക്ക് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, ഞാൻ മാത്രം ഹോം മേക്കർ, ഇങ്ങനെ ഒരു ഗിൽറ്റ് എനിക്ക് ഇങ്ങനെ അടിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലാതെയായി. നമ്മള് മറ്റുള്ളവരൊക്കെ ആഗ്രഹിക്കുന്ന ലൈഫാണ് ഇപ്പൊ ഞാനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന് നന്ദി പറയാണല്ലോ പകരം വേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടോ ലൈഫിൽ? അതെ, ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മള് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, ഇൻ ശകർത്തും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണെങ്കിൽ നാം നിങ്ങൾക്ക് അധികരിപ്പിച്ച് തരിക തന്നെ ചെയ്യും എന്നാണ് പടച്ചോൻ പറഞ്ഞിട്ടുള്ളത്. അധികരിപ്പിക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അതൊരു 100% ആണ് പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് കൂടുതൽ ക്ലാരിറ്റി അത് എനിക്ക് EFT വന്ന ശേഷമാണ്. ഓക്കെ, മനസ്സറിഞ്ഞ് നന്ദി കാണിക്കാൻ, ചെറിയ കാര്യങ്ങൾക്ക് പോലും എനിക്ക് നന്ദി കാണിക്കാനും ഒക്കെ എനിക്ക് പറയാൻ കഴിയും. നന്ദി പറയാനും, അത് ഹസ്ബൻഡിനോടാണെങ്കിലും ഇങ്ങനെ ഉപ്പാനോടാണെങ്കിലും എല്ലാവരോടും, മദർ ഇൻ ലോ, എല്ലാവരോടും എനിക്ക് നന്ദി പറയാനും കാണിക്കാനും ഒക്കെ എനിക്ക് കഴിയുന്നുണ്ട് എന്റെ ലൈഫില്. ഓക്കെ. ഹസ്ബൻഡ് എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ കോഴ്സിന് ശേഷം ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത് എന്താണ്, ആളെന്തെങ്കിലും പറഞ്ഞോ? എന്താണ്? പറഞ്ഞിട്ടുണ്ട്, ഫോൺ ചെയ്യുമ്പോ, വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ നല്ല പ്രകാശം ഉണ്ടല്ലോ മുഖം, നല്ല ഹാപ്പി ആണല്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ അൽഹംദുലില്ലാ, ഇഫക്റ്റ് ആയി EFT ഒരു തോന്നൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ, വെരി ഹസ്ബൻഡ്. പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു 4 വർഷം മുമ്പേ നിനക്ക് ഈ കോഴ്സ് ചെയ്തുകൂടായിരുന്നോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓക്കെ. മാം ആർക്കെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഫാമിലിയിലോ ഫ്രണ്ട്സിന്റെ സർക്കിളിലോ ഒക്കെ ആരെങ്കിലും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നവരോട് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു?
കസിനോട് ഞാനൊന്ന് ഇങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതങ്ങനെ അങ്ങോട്ട് എത്തിയിട്ടില്ല. പറയും പറയുന്നുണ്ട് ഞാന് ഇങ്ങനെ. ഞാൻ ആദ്യമൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല, കാരണം എന്റെ മൈഗ്രെയിൻ മാറിയാലല്ലേ എനിക്കിത് ഒരാളോടൊന്ന് പറയാൻ പറ്റുള്ളൂ. എന്റെ എക്സ്പീരിയൻസ് പറയണല്ലോ നമ്മള്. അപ്പൊ അതില്ലാത്തത് കാരണം അന്ന് ഈ മൈഗ്രെയിനിൽ ഒരു മാറ്റം എനിക്ക് 3 മാസമൊക്കെ ആകുമ്പോഴും, കോഴ്സ് ജോയിൻ ചെയ്ത 3 മാസം ആയപ്പോഴും അങ്ങനെ മാറ്റം കാണാത്തത് കാരണം എനിക്ക് പറയാനൊരു മടിയും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇങ്ങനെ മാറി നല്ല മാറ്റമുണ്ട്, ചേഞ്ച്. പിന്നെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, മൈഗ്രെയിന് നിനക്ക് ഈ അടുത്തനായിട്ട് ഏതോ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, നിനക്ക് പോണോ വരണോ വരുന്നില്ലേ എന്ന് ചോദിച്ചു. അല്ല, എന്റെ മൈഗ്രെയിൻ എനിക്ക് മാറിയിട്ടുണ്ട്, എനിക്ക് ഇനി പോവണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ കൂടെ ഞാൻ പറഞ്ഞു അത് ഹസ്ബൻഡിനോട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അൽഹംദുലില്ലാ. ഓക്കെ. അപ്പോ ഇപ്പം ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കോഴ്സ് അറ്റൻഡ് ചെയ്തവർ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ് നമ്മുടെ റിസൾട്ടിലേക്ക് എത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ? ഇപ്പൊ ഫൈറൂസ മാമിന്റെ കാര്യം എനിക്കറിയാം. മാം നമ്മുടെ കോഴ്സിന് ശേഷവും സിൽവർ മെമ്പർഷിപ്പ് എടുത്ത് ഓരോ സെഷനുകളും അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെ? ഞാൻ മാക്സിമം ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ തന്നെ ശ്രമിക്കാറുണ്ട്. പിന്നെ മിസ്സാവുന്ന ക്ലാസ് ഞാൻ ഫെബിന മാം എനിക്ക് റെക്കോർഡ് സെൻഡ് ചെയ്ത് അതും ഞാൻ കേൾക്കാറുണ്ട്. അതെ അതെ. ഞാൻ ഈ അപ്പൊ ജേണിയിലൂടെ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത്. യെസ്, എനിക്ക് അതാണ് മെയിൻ. പിന്നെ ബാക്കിലോട്ട് പോവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഫെബിന മാം പറഞ്ഞു, നീ അത് അങ്ങനെ ആ ചിന്ത വേണ്ട, പിന്നെ ഡെയിലി സെൽഫ് ലവ്, ഗ്രാറ്റിറ്റ്യൂഡ് ഇത് മാത്രം ചെയ്താൽ മതി, പിന്നെ ഈ ഒരു ടച്ച് വിടാതിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു പേടിയായിരുന്നു, ഇങ്ങനെ പ്രാക്ടീസ് മുടങ്ങുമ്പോൾ ഞാൻ ബാക്കിലോട്ട് പോവോ മറ്റു, അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കണക്റ്റഡ് ആയിട്ട് നമ്മൾ നിൽക്കുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ബോഡി ക്ലീൻ ചെയ്യുന്ന പോലെ ഫിസിക്കലി നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഡെയിലി നമ്മൾ കുളിക്കുന്നുണ്ട്, ബ്രഷ് ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലോത്ത്സ് നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യാതിരുന്നാലുള്ള അവസ്ഥ എന്താ? അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മൈൻഡ് ക്ലീനിങ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് വ്യക്തികളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്, ഒരുപാട് സാഹചര്യങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് ഇമോഷൻസ്, നെഗറ്റീവ് ഇമോഷൻസ് ആവാം, പോസിറ്റീവ് ആവാം. ഈ നെഗറ്റീവ് ഇമോഷൻസ് എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ തന്നെയാണ്. അതാണ് നമ്മുടെ ഉറക്കക്കുറവിനും തീർച്ചയായിട്ടും. മൈഗ്രെയിൻ ആയി കഴിഞ്ഞാലും അലർജി ആയി കഴിഞ്ഞാലും എല്ലാം പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള സ്ട്രെസ് ആണ് കിടക്കുന്നത്. അപ്പം മൈൻഡ് ക്ലീനിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണം. മാമിൽ കണ്ടതും അതാണ്. അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്ത എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും അത് റിസൾട്ട് ഇല്ല എന്നോ ഒന്നുമല്ല. ചില ആളുകൾക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവാം, ചില ആളുകൾക്ക് ടൈം എടുക്കും. കാരണം ഓരോരുത്തരുടെയും ലൈഫ് എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. എല്ലാവരും ഓരോരുത്തരും വ്യത്യസ്ത സാഹചര്യങ്ങൾ ജീവിച്ചവരല്ലേ. അപ്പൊ മാമിന്റെ ഈ ഒരു സെഷനിൽ നിന്നും കൂടുതൽ ഇപ്പൊ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു മാം. എന്താണ് മടിച്ചു നിൽക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഇവിടെ ചെറിയൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്കത് കേൾക്കുന്നുണ്ടോ? ഇവിടെ അപ്പുറത്തൊരു ഇല്ല, മടിച്ചു നിൽക്കേണ്ട ആവശ്യം ഇതിനില്ല. ഞാൻ ഒരുപാട് കയറണോ വേണ്ടേന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മടിച്ചു നിന്നേന്ന ആളാണ്. അപ്പൊ ഇത് 100% റിസൾട്ട് ഉണ്ടാവുന്ന എന്റെ റിലേറ്റീവ് എന്ന് പറഞ്ഞ് അവരുടെ ഓഫ്ലൈൻ അറ്റൻഡ് ചെയ്തിരുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞപ്പോ എന്താണെങ്കിലും എനിക്ക് ഉണ്ടാവുന്ന കരുതിയിട്ട് തന്നെയാണ് പിന്നെ കേറിയത്. അവര് ആദ്യം അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇവരിങ്ങനെ 100% പറഞ്ഞപ്പോ റിസൾട്ട് എന്താണെങ്കിലും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ കയറിയതാണ്. അപ്പൊ മടിച്ചു നിൽക്കുന്നവരോട് മടിച്ചു നിൽക്കേണ്ട ആവശ്യം ഇതിനില്ല. നമ്മൾ കൊടുക്കുന്ന പൈസ അതിനേക്കാൾ എത്രയോ മൂല്യമായിട്ടുള്ളതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അത് കൊടുക്കുമ്പോ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ നമ്മളത് ഹാപ്പി ആവും. ആ പൈസയൊന്നും ഒന്നുമല്ല എന്നുള്ളൊരു പൈസ ഇപ്പൊ അത്രയും നമ്മൾ എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ എന്തിനൊക്കെ നമ്മൾ വേറെ ചെലവാക്കുന്നുണ്ട്. വേറെ അത് എടുത്തു വെച്ച് എഴുതിയിട്ട് അതിനേക്കാളും വർത്താണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് നമ്മുടെ ലൈഫില് ഇപ്പം മാറ്റങ്ങൾ. മാമിന്റെ കേസിൽ തന്നെ ഇപ്പൊ ഒരുപാട് ടാബ്ലറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിച്ചു. ഈ ഒരു കോഴ്സിന്റെ ഫീയും ഈ ഒരു ഹോസ്പിറ്റൽ ചാർജസും തമ്മില് എന്താണ്? അപ്പം ഒരുപാട് കാലം മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ഒരുപാട് ക്യാഷ് അതിനു വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ?
അതെ, ഞാന് അലോപ്പതി, ഹോമിയോ ഇതിനൊക്കെ നല്ല പൈസയൊക്കെ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത് സംബന്ധിച്ച് നോക്കുമ്പോ EFT ആണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്കൊരു മരുന്നൊന്നും കഴിക്കേണ്ട അവസ്ഥയിൽ വരുന്നില്ല. പിന്നെ ഡോക്ടറെ കാണേണ്ട അവസ്ഥ വരുന്നില്ല. നമ്മളൊരു ജേണിയിൽ ഇങ്ങനെ പോയാൽ മാത്രം മതി. ഇതിനോട് കണക്ഷൻ വിടാതെ ഇങ്ങനെ പോയാൽ മാത്രം മതി. പിന്നെ എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ബാച്ചിന്റെ കൂടെയും ഇരിക്കാറുണ്ട്. ഞാനത് ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയുമോ? ഞാനൊരു ഹോം മേക്കർ ആണ്. പക്ഷെ അപ്പൊ കുട്ടികളെ ഇങ്ങനെ കുട്ടികളെ ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന ആ ടൈമിലൊക്കെ രാത്രി 8 മണിക്ക്. പക്ഷെ അതെല്ലാം എനിക്ക് ഓവർകം ചെയ്ത് എനിക്ക് ആ കറക്റ്റ് സമയത്ത് ഇരിക്കാനും എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ അൽഹംദുലില്ലാ എനിക്ക് ഇപ്പോഴും സാധിക്കുന്നുണ്ട്. മുമ്പും സാധിച്ചു. നമ്മളത് വെറുതെ ചിന്തിക്കാണ്, കഴിയില്ല കഴിയില്ല. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ സാധിക്കാത്തതായിട്ട് നമുക്കൊന്നുമില്ല. അതെ, തീർച്ചയായിട്ടും നമ്മളുടെ തോട്ട്സ് എന്താണ്, എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ കഴിയും, കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല, അതിനെന്തെങ്കിലും ബ്ലോക്സ് വരും അല്ലെ. അങ്ങനെ അത് മാറ്റാനേ. കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എനിക്ക്. ഞാനിപ്പോ ഇത് പൈസക്ക് അടിച്ചിട്ട് ഇനിയിപ്പോ എനിക്കിത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഇതുകൊണ്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പല തോട്ട്സും ഉണ്ടായിരുന്നു വരുന്നതിന് മുമ്പ്. വന്നു കഴിഞ്ഞപ്പോ പിന്നെ അതെല്ലാം മാറി. അതെ അതെ. അപ്പം ഉം. ലൈഫ് ഒരു 360 ഡിഗ്രിയിൽ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു എന്ന് മാമിന് പറയാൻ കഴിയും അല്ലെ. ആ, അൽഹംദുലില്ലാ, തീർച്ചയായിട്ടും. ഞാൻ മുമ്പ് നിന്നിരുന്ന പൊസിഷൻ ഇപ്പോൾ നോക്കുമ്പോ നല്ല മാറ്റാണ് എനിക്ക് എല്ലാം കൊണ്ടും. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു മാം. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ്. What can happen better than this? ഓക്കെ, അപ്പം ഞാന് പറഞ്ഞോളൂ. മാറ്റങ്ങളെല്ലാം ഞാൻ ഫെബിന മാമിനോട് ഷെയർ ചെയ്യാറുണ്ട്. മാം, എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞാൻ ഫെബിന മാമിനെ മെസ്സേജ് അയക്കും. പിന്നെ തിരിച്ച് റിപ്ലൈ എനിക്ക് തരാറുണ്ട്. ഓക്കെ, ഞാൻ ഉം. വിട്ടുപോയതാണ്. മെന്റിങ് സർവീസിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് നമ്മുടെ കോഴ്സിന്റെ കൂടെ ഒരു 30 ഡേയ്സ് മെന്റിങ് സർവീസും കൂടെ ഒരു മെന്റർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു മെന്റിങ് സർവീസ്? നല്ല സർവീസ് ആയിരുന്നു. ഞാന് കോഴ്സിലേക്ക് വന്നപ്പോ ശരത് സാറിനെ വിളിച്ച് എനിക്ക് ഹാജറ മാമിനെ മെന്ററായിട്ട് വേണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ മാം അന്ന് അഡ്വാൻസിന്റെ തിരക്കിലാണ്, കിട്ടില്ല. എല്ലാ മെന്റേഴ്സും നല്ല മെന്ററാണ് എന്ന് പറഞ്ഞ് ശരത് സാറ്. അപ്പൊ എനിക്ക് കിട്ടിയ മെന്റർ ഫെബിന മാം ആയിരുന്നു. എന്നാലും താങ്ക് യു ഫെബിന മാം, എന്നെ ഇങ്ങോട്ട് എത്തിച്ചതിന്, മാറ്റങ്ങള് ഒക്കെ അതെ, ഉണ്ടാക്കി തന്നെ. നമ്മുടെ ഓരോ മെന്റേഴ്സും അടിപൊളിയാണ്. അങ്ങനെയുള്ള മെന്റേഴ്സിനെ നമ്മൾ എടുക്കുള്ളല്ലോ. ഓരോരുത്തരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, ആ, അപ്പോ പക്ഷെ എന്റെ റിലേറ്റീവിന്റെ ഹാജറ മാമിനെ ആയിരുന്നു പരിചയമുള്ളത്. അപ്പൊ അങ്ങനെ അപ്പൊ എന്നോട് അങ്ങനെ പറഞ്ഞ ഹാജറ മാം ആണ് ഇതില് മെയിൻ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് മാമിനെ വേണമെന്നായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ ഏതായാലും അൽഹംദുലില്ലാ ഫെബിന മാം ഉഷാറാണ്. അതെ എല്ലാ അതെ, മെന്റേഴ്സും ഫീലിംഗ്. എല്ലാവരും അടിപൊളിയാണ്. അതെ. താങ്ക് യു ഫെബിന, താങ്ക് യു സോ മച്ച്. ഒരാളുടെ ലൈഫ് എത്രത്തോളം ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിച്ചു. മെന്റർ പ്ലസ് നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് നല്ല രീതിയിൽ പോകുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുക. അപ്പോ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു, അതും കൂടെ ഇതിലൊരു എലമെന്റ് ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, മാമിന്റെ അടുത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എന്താണ് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് പിന്നെ നന്ദി പറയുകയാണോ അതോ നന്ദി പറയുകയും ഞാൻ എഴുതാറുണ്ട്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ടാപ്പിംഗ് ചെയ്യാറുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഉള്ള അനുഗ്രഹങ്ങളിൽ നന്ദി പറയുന്നു, അത് വെച്ച് ടാപ്പ് ചെയ്യുന്ന അങ്ങനെ ചെയ്യാറുണ്ട്. അത് നല്ല ഇഫക്റ്റ് ആണ് നമുക്ക്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം നമുക്ക് ലൈഫിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അല്ലെ. പ്രപഞ്ച ശക്തി ഒരുപാട് അനുഗ്രഹങ്ങൾ, നമ്മുടെ ശരീരം, നമുക്ക് കാഴ്ചശക്തി ഉണ്ട്, കേൾവി ശക്തി ഉണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, താമസിക്കാൻ വീടുണ്ട്, ഭക്ഷണമുണ്ട്, ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒരു 4 5 അല്ലെങ്കിൽ 2 3 ചാലഞ്ചസ് ആയിരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. ഈ ചാലഞ്ചസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇത്രയും ബ്ലെസ്സിങ്സിനെ കുറിച്ച് ഒരു അവയർനെസ്, ഒരു അതിലൊരു എന്താ പറയാ, അതിലൊരു ശ്രദ്ധ കൊടുക്കാതെ, ഫോക്കസ്ഡ് ആവാതെ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ഡൗൺ ആയിപ്പോകും. നമ്മൾ എന്താണ് വേണ്ടത്? നമ്മൾ നന്ദിയുള്ളവരാവണം അല്ലെ. നമുക്ക്
ഒരാൾ ഒരു കാര്യം തരുമ്പം അവരോട് എന്ത് വേണം? ഗ്രേറ്റ്ഫുൾ ആവണം, താങ്ക്സ് പറയണം. അപ്പൊ നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാത്തിനോടും നന്ദിയുള്ളവരാവാം. വ്യക്തികളോട്, സാഹചര്യങ്ങളോട്, നമ്മുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ഓരോ ബ്ലെസ്സിങ്സിനോടും നമ്മൾ എന്ത് ചെയ്യാം? നന്ദിയുള്ളവരാവാം. നമ്മൾ മതങ്ങളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പം ഫൈറുസ മാം പറഞ്ഞു, മതങ്ങളിൽ തന്നെ എല്ലാ മതങ്ങളിലും പറയുന്ന കാര്യമാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവണം എന്നുള്ളത്. നമ്മുടെ എനർജി ഹൈ ആക്കാനും നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുറവുകൾ എന്നതിൽ നിന്നും ഞാൻ ബ്ലെസ്ഡ് ആണ്, ഞാൻ അബൻഡന്റ് ആണ് എന്നുള്ള ഒരു ഷിഫ്റ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിൽക്കുമ്പോൾ നമ്മുടെ എനർജി എപ്പോഴും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. കാരണം ഞാൻ ബ്ലെസ്ഡ് ആണ്, ഞാൻ അബൻഡന്റ് ആണ്, എനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ളൊരു ഫീല്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എപ്പോഴും ഹൈ എനർജിയിൽ നിൽക്കണം എന്നുള്ളതാണ് അല്ലെ? എനർജറ്റിക് ആയിട്ട് നിൽക്കണം, ഹാപ്പി ആയിട്ട് ഇരിക്കണം. അപ്പൊ അതിന് ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അഫർമേഷന്റെ എന്തെങ്കിലും സംഗതി ഒന്ന് ഡൗട്ട്സ് ഉണ്ടോ? എന്താണ്? അഫർമേഷന്റെ സംഗതി കൂടി ഒന്ന് ഡീറ്റെയിൽസ് പറ. ഹലോ, മനസ്സിലായില്ല. അഫർമേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന സംഗതി കൂടി ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരോ? അഫർമേഷൻ നമുക്ക് കിട്ടിയത് അഡ്വാൻസ്ഡ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, കിട്ടിയതായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ അഫർമേഷൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അത് ഇത് നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവര് പറയും, മെന്റേഴ്സ് നമുക്ക് തരും ഓരോ അഫർമേഷൻ എന്നത് എഴുതണം എന്നുള്ളത്. അത് നമ്മള് അവർ പറയുന്നത് പോലെ ആ രീതിയിൽ ഡെയിലി എഴുതുക, അതാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഞാനത് എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ബിലീഫ്സ് ഉണ്ട്. ഓക്കെ, ലിമിറ്റിംഗ് ബിലീഫ്സ്. ഇപ്പം മാം തന്നെ പറഞ്ഞല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഡോർ ക്ലോസ് ചെയ്യട്ടെ, ഇവിടെ നല്ല സൗണ്ട്. നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ടോ അങ്ങോട്ട്? ഇല്ല ഇല്ല, ഓക്കെ ആണ്. ഓക്കെ. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടാവും. ഇപ്പോ മാമിന്റെ കേസിൽ മാം പറഞ്ഞല്ലോ, ഈ അസുഖത്തിന് മരുന്നില്ല, ഈ അസുഖം എന്റെ ലൈഫ് ലോങ് എന്റെ കൂടെ ഉണ്ടാവും. ഇതൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. മാം മറ്റുള്ളവരിൽ നിന്ന് കേട്ടതാവാം അല്ലെ? മറ്റുള്ളവർ പറയും ഈ അലർജി മാറില്ല, അല്ലെങ്കിൽ മൈഗ്രെയിൻ മാറില്ല എന്നുള്ളതൊക്കെ കേട്ട് നമ്മുടെ ഉള്ളിൽ ബിലീഫ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ടും നമ്മുടെ മൈൻഡിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ പുറത്ത്, ഔട്ട്സൈഡ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിലാണ്. അപ്പൊ ഈ മൈൻഡിനെ, ഈ ലിമിറ്റിംഗ് ബിലീഫിനെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ പല ടെക്നിക്സും യൂസ് ചെയ്യും. അതിലൊരു ടെക്നിക്കാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ തോട്ട് ഉണ്ടാവും, ഞാൻ രോഗിയാണ്, എനിക്ക് എപ്പോഴും അസുഖമാണെന്നുള്ളത്. അപ്പം എനിക്ക് വേണ്ടത് എന്താണ്? എനിക്ക് വേണ്ട കാര്യം ആരോഗ്യമാണ് അല്ലെ? അപ്പം എന്റെ മനസ്സിൽ രോഗിയാണെന്നുള്ള തോട്ട് ഉണ്ടായി കഴിഞ്ഞാല് ഈ തോട്ടിന് എനർജി പവർ ഉണ്ട്, ഞാൻ എന്നും രോഗിയായിട്ട് പോകും. അപ്പോ അതിന് പകരം ഞാൻ ആരോഗ്യവതിയാണ്, ഐ ആം ഹെൽത്തി എന്നുള്ള അഫർമേഷൻസ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നാല് എന്താണ്? അത് റിയാലിറ്റി ആയിട്ട് വരും. എന്റെ അസുഖങ്ങൾ മാറും. ഇതിന്റെ കൂടെ ഹീലിംഗ് കൂടെ ചെയ്യാം. ഓക്കെ, അഫർമേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കുക. നമ്മുടെ മനസ്സാണ് എല്ലാം, നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾക്ക് എനർജി പവർ ഉണ്ട്. ഈ ചിന്തകളാണ് നമ്മുടെ ലൈഫിലേക്ക് ഓരോ കാര്യങ്ങളും അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മാം ചെയ്തത് എന്താണ്? ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്റെ പുറത്താണ് പ്രശ്നങ്ങൾ അല്ലെ, എന്റെ കൂടെയുള്ളവരാണ് പ്രശ്നം, ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഇതിൽ നിന്നും എന്റെ ഉള്ളിലേക്ക്, എന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പ്രശ്നം എന്നുള്ള റിയലൈസേഷനിലേക്ക് എത്തുകയും അവിടെ വർക്ക് ചെയ്യുകയും ചെയ്തപ്പോ എന്താണ്? മാമിന്റെ കാര്യങ്ങൾക്കെല്ലാം ഒരു സൊല്യൂഷൻ കിട്ടി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിലാണ് പ്രശ്നം, നമ്മുടെ മൈൻഡിലാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്. നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം, ഈ ട്രോമാസ് എല്ലാം നമ്മുടെ ഉള്ളിൽ സ്റ്റോർഡ് ആണ്. ഇതാണ് അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ചേഞ്ച് ചെയ്യാനുള്ള ഒരു പവർഫുൾ ടൂളാണ് അഫർമേഷൻ. അത് നമ്മൾ ആവർത്തിച്ച് നമ്മൾ ഒരു 5 ടൈംസ് ഡെയിലി എഴുതുക. മിനിമം 5 ടൈംസ് ഒരു കാര്യം. ഇപ്പം ഐ ആം ഹെൽത്തി എന്നുള്ളത് ഞാനൊരു 5 ടൈംസ് എഴുതുന്നു. ഇത് ഡെയിലി കൺസിസ്റ്റന്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മുടെ ബിലീഫ് അതായിട്ട് മാറും. കൂടെ പ്രാക്ടീസും കൂടെ വരാം.
ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? മാഡം, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമ്മൾ പിന്നെ ഇതും ചെയ്യണോ? തെറാപ്പിയും കൂടി ചെയ്താൽ നല്ലതാണ് തോന്നുന്നു അല്ലേ? യാ, തെറാപ്പി ചെയ്യുന്നത് നല്ലതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും നമ്മൾ ടാപ്പിംഗ് പോയിന്റ്സിൽ ടാപ്പ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതും കൂടെ നല്ലതാണ്. എപ്പോഴും നമ്മൾ ടാപ്പിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ എനർജി പോയിന്റ്സിലൂടെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യപ്പെടും, നമ്മുടെ എനർജി ഹൈ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ എനർജി ബോഡിയിൽ ബ്ലോക്സ് ഉണ്ടാവും. ഈ ബ്ലോക്സ് വരുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ എനർജി പോയിന്റിൽ ടാപ്പ് ചെയ്യുമ്പോൾ ആ ബ്ലോക്സ് റിലീസ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ ടാപ്പിംഗ് കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഈ മനസ്സിൽ കരുതുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എഴുതുമ്പോൾ അതിൻ്റെതായിട്ട് റിസൾട്ട് കിട്ടും. ഒന്നുകൂടെ പറയാമോ? മനസ്സിൽ കരുതുന്നതിനേക്കാൾ കൂടുതൽ എഴുതുമ്പോൾ അതിന്റെ റിസൾട്ട് കൂടുതൽ കിട്ടുമോ? കിട്ടും. ജേർണലിംഗ് വളരെ പവർഫുൾ ആണ്. നമ്മൾ മനസ്സിൽ പറയുന്നതിനേക്കാൾ പവർഫുൾ ആണ് എഴുതുക എന്നുള്ളത്. എഴുതുന്ന സമയത്ത് നമ്മുടെ എന്താണ് കൈകൾ, അല്ലേ, അതുപോലെ കണ്ണ്, അതുപോലെ നമ്മളത് പറഞ്ഞുകൊണ്ടും കൂടെ എഴുതുകയാണെങ്കിൽ ആ പറയുന്നു നമ്മളത് പറയുന്ന സമയത്ത് കേൾക്കുന്നു. ഒരുപാട് ഓർഗൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അത് ജേർണലിംഗ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ പറയുന്നതിനേക്കാൾ എന്താണ് പവർഫുൾ ആണ്, ഒന്നുകൂടെ എഫക്റ്റീവ് ആണ്, പെട്ടെന്ന് റിസൾട്ടിലേക്ക് എത്തും. താങ്ക് യു. ഓക്കെ, ഇനി ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പം താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്. മോർണിംഗ് ടൈം എന്ന് പറയുന്നത് ലേഡീസിനെ സംബന്ധിച്ച് ഒരു തിരക്ക് പിടിച്ച ടൈമാണ്. ഈ ഒരു സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചു. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, താങ്ക് യു. നിങ്ങൾ ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും EFTയിലേക്ക് വരിക. അത് നിങ്ങളുടെ ആ ഒരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെ, ഓരോ പണം പല ഏരിയാസിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതാണ് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. അതിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. അപ്പം നമ്മൾ എപ്പോഴും എന്താണ്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് മണിയുടെ രൂപത്തിൽ മാത്രമല്ല പ്രോഫിറ്റ് വരുന്നത്. നമുക്കൊരു പീസ്ഫുൾ ലൈഫാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ, സമാധാനം, സന്തോഷം. ഇതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ല എനിക്കൊന്നും വേണ്ട, എനിക്ക് സമാധാനം മതി അല്ലെ. ഈ സമാധാനമാണ് വേണ്ടത്. ഈ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആവണം, നമ്മുടെ മണി ബ്ലോക്ക് ക്ലിയർ ആവണം, മണി ഫ്ലോ നമ്മളിലേക്ക് വരണം. പിന്നെ അതുപോലെ നമ്മുടെ ഹെൽത്ത് അല്ലെ, ആരോഗ്യമാണ് സമ്പത്ത് നമ്മൾ പറയാറുണ്ട്. ആരോഗ്യം വേണം. ഇതൊക്കെയാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വെൽത്ത് എന്ന് പറയുമ്പം അതിനൊരു വലിയ ഒരു നിർവചനമാണുള്ളത്. പണം മാത്രമല്ല, എല്ലാ തലത്തിലും നമുക്ക് എന്ത് വേണം, ഒരു സക്സസ് വേണം, ഒരു ഗ്രോത്ത് വേണം. അപ്പൊ നമ്മുടെ സെൽഫിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഏരിയാസിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ കോഴ്സിലേക്ക് വരാം. ഇപ്പോ ഫൈറുസ മാം അവരുടെ ഒരു റിയൽ സ്റ്റോറിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, അവരുടെ ആ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേർണി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ബാച്ച് നമ്മുടെ ഈ ഒരു April 30 തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വരിക, നിങ്ങൾക്കൊരു മെന്റർ ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് കണ്ടെത്തി ഹീൽ ചെയ്താലാണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഏതൊരു ഏരിയയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെ. റിലേഷൻഷിപ്പ് ഒരു ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. കരിയറിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ റിസൾട്ട് എന്താണ്? റിസൾട്ട് ആ ഒരു ഇപ്പോഴുള്ള ആ റിസൾട്ട് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. ലുക്ക് ഇൻസൈഡ്, അത് ഉള്ളിലേക്ക് നോക്കുക, അവിടെ പ്രോസസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കോഴ്സിലേക്ക് വരാം.
ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. വളരെ നമ്മൾക്ക് സന്തോഷം എന്നുള്ളത്, സമാധാനം എന്നുള്ളത് നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. മറ്റാരും അത് കൊണ്ടുതരില്ല. മറ്റാരും നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. അത് മറ്റൊരു സ്ട്രെസ്സാണ്, മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് 42 ഡേയ്സ് ആണ്, 12 ഡേയ്സ് സെഷൻസ് പ്ലസ് 30 ഡേയ്സ് മെന്ററിംഗ് സർവീസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങളെന്ന് സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരുപാട് വേദനയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അല്ലെ, ഒരുപാട് സ്ട്രഗ്ലിങ്സിലൂടെ. അപ്പൊ ആരാണ് ബുദ്ധിമുട്ടാവുന്നത്? നമ്മൾ തന്നെയാണ്. അപ്പൊ ഈ നമ്മളോടൊന്ന് കമ്പാഷനേറ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങളിലൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു താങ്ക് ഫെബിന. യു. താങ്ക് യു Thank ഓൾ. you, ma'am. Thank you very much. എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? ഫൈറുസ മാമിന്റെ സ്റ്റോറി എങ്ങനെയുണ്ട്? ഇൻസ്പയറിംഗ് ആയിരുന്നോ? എന്താണ്? അടിപൊളി കുഴപ്പമില്ല. ആയിരുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ജോയിൻ ചെയ്തവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. ഇന്ന് സൺഡേ ആണ്, ഫാമിലി ഡേ ആണല്ലേ, എല്ലാവരും ഫാമിലിയായിട്ട് അടിച്ചു പൊളിക്കുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.